നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു റിംഗ് ലൈറ്റാണ്. യൂട്യൂബ് വീഡിയോ ചെയ്യുന്ന ആളുകൾക്കൊക്കെ വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു സാധനമാണ് ഈ റിംഗ് ലൈറ്റ്. അതായത് നമ്മൾ ചെയ്യുന്ന വീഡിയോ ഒക്കെ കുറച്ചുകൂടി ക്ലാരിറ്റിയിലും നമ്മുടെ മുഖത്തിനും കുറച്ചൊക്കെ നല്ല ബ്രൈറ്റ്നെസ്സൊക്കെ കൊണ്ടുവരാനൊക്കെ ഈ സാധനം കൊണ്ട് പറ്റും. അപ്പോൾ നിരവധി യൂട്യൂബേഴ്സ് എല്ലാം ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഈ റിംഗ് ലൈറ്റ്. അപ്പോൾ അതൊന്ന് പുതിയ ആൾക്കാർക്കൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇത് ഞാൻ വാങ്ങിയത്. ഇത് നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇതിന് വരുന്നത് 1299 രൂപയാണ് ഇതിൻ്റെ വില. ഇതാണ് നമ്മുടെ റിംഗ് ലൈറ്റ്. ഇതും ഈ റിംഗ് ലൈറ്റിൻ്റെ ഒപ്പം തന്നെ ഒരു ട്രിപ്പോഡ് സ്റ്റാൻഡ് നമുക്ക് കിട്ടുന്നുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതെങ്ങനെ ഫിറ്റ് ചെയ്യുന്നതെന്നുള്ളത്. ഈ റിംഗ് ലൈറ്റിൻ്റെ ഒപ്പം തന്നെ നമുക്ക് നമ്മുടെ ഫോൺ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഫോൺ ഹോൾഡറും കൂടി ഇതിൻ്റെ ഒപ്പം തരും. ഇതാണ്ടോ, ഇതിൻ്റെ ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പ്ലാസ്റ്റിക്കാണ് ഇതെല്ലാം. പക്ഷെ നമ്മുടെ ട്രിപ്പോഡ് സ്റ്റാൻഡും ഈ ഫോൺ ഹോൾഡറിൻ്റെ ഈ നെക്കെല്ലാം വരുന്നതെല്ലാം മെറ്റലാണ്. അതുപോലെ തന്നെ നമുക്കിതിൽ 3 ടൈപ്പ് ലൈറ്റ് നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നില്ല. അതായത് വാം വൈറ്റ്, അതുപോലെ കൂൾ വൈറ്റ്, അതുപോലെ ഡേ ലൈറ്റ്, അങ്ങനെ 3 മോഡ് ലൈറ്റിങ്സാണ് ഇതിലുള്ളത്. ഒപ്പം തന്നെ നമുക്ക് 10 ലെവൽ ഇതിൻ്റെ ബ്രൈറ്റ്നെസ് അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റും ഈ സാധനം കൊണ്ട്. അപ്പോൾ നമുക്ക് ഏത് ലൈറ്റാണ് നമ്മുടെ ആവശ്യത്തിന്, ഏത് ലൈറ്റിംഗ് മോഡാണ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഇത് അഡ്ജസ്റ്റ് ചെയ്യാനെല്ലാം ഇതുകൊണ്ട് പറ്റും. അതുകൊണ്ട് ഒപ്പം തന്നെ ഇതിൻ്റെ ഉള്ളിൽ ചെറിയ LED ലൈറ്റുകൾ വെച്ചിട്ടാണ് ഇതിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിത് നിഴലില്ലാതെ തന്നെ നമ്മുടെ വീഡിയോസ് എല്ലാം ഷൂട്ട് ചെയ്യാൻ പറ്റും. ഒപ്പം ഇതിൻ്റെ ഒപ്പം തന്നെ ഫോൺ ഹോൾഡർ വയ്ക്കാൻ പറ്റുന്നതുകൊണ്ട് തന്നെ നമുക്ക് വേറൊരു അഡീഷണൽ ആയിട്ടൊരു ട്രിപ്പോഡ് സ്റ്റാൻഡ് ഉപയോഗിക്കേണ്ട കാര്യമില്ല. ഇതിലിപ്പോൾ 2.7 ഇഞ്ചാണ് ഇതിൻ്റെ ഒരു വീതി ഈ ഫോൺ ഹോൾഡറിൻ്റെ. അതിനൊപ്പം തന്നെ ഇതിലൊരു 3.7 ഇഞ്ച് വരെ വീതിയുള്ള മൊബൈൽ ഫോൺസ് നമുക്കിതിൽ വെക്കാൻ പറ്റും. ഇതിൻ്റെ റിംഗ് ലൈറ്റിൻ്റെ ഒരു ഡയമീറ്റർ വരുന്നതെന്ന് പറഞ്ഞാൽ ഏകദേശം 25 സെൻറ്റിമീറ്ററാണ്. അതുപോലെ നമ്മുടെ ഈ ട്രിപ്പോഡ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ ഏകദേശം 2 മീറ്ററോളം ഹൈറ്റ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഫോൺ ഹോൾഡർ ലേശം ടൈറ്റുള്ള പോലെ ഉണ്ട്, ടൈറ്റല്ല, കുറച്ച് നല്ല ടൈറ്റുള്ള പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇത് ഇതിൻ്റെ ലൈറ്റ് ഉണ്ട്, അതിൻ്റെ ലൈറ്റിംഗ് മോഡ്സ് എല്ലാം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനൊരു കൺട്രോൾ ഇതുണ്ട്. ഇതിൻ്റെ ഈ കൺട്രോൾ പാനൽ വെച്ചിട്ട് നമുക്കിത് സുഖമായിട്ട് കൺട്രോൾ ചെയ്യാം. അതാണ് ഇതിൻ്റെ ഈ പ്ലസ് ചിഹ്നം ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ ബ്രൈറ്റ്നെസ് കൂട്ടാം. അതേപോലെ ഇതിൻ്റെ മൈനസ് ചിഹ്നം ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ബ്രൈറ്റ്നെസ് അഡ്ജസ്റ്റ് ചെയ്യാം, കൂട്ടും കുറയ്ക്കും ചെയ്യാം. ഇതിൻ്റെ ഓൺ ഓഫ് സ്വിച്ച്, ഒപ്പം തന്നെ ഇതിൻ്റെ മോഡ്സ് മാറ്റാനുള്ളതാണ് ഈ ഒരു സ്വിച്ച്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 3 ലെവൽ മോഡ് ലൈറ്റിംഗ് ഇതിൽ പോസിബിളാണ്. അപ്പോൾ അതിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ മോഡ് ചേഞ്ച് ചെയ്യണ ഈ സ്വിച്ച്. അത് നമുക്ക് ലൈറ്റ് ഓൺ ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ USB കേബിളാണ് ഇതിലുള്ളത്. ഇത് വെച്ചിട്ടാണ് നമ്മളിതിൻ്റെ പവർ കൊടുക്കുന്നത്. നമ്മുടെ കയ്യിൽ ഉള്ള പവർ ബാങ്ക് വെച്ചിട്ടോ അതല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഫോണിൻ്റെ ചാർജർ വെച്ചിട്ട് പ്ലഗിൽ കുത്തിയിട്ടോ ഒക്കെ നമുക്കിതിന് പവർ കൊടുക്കാം. എന്താ ഇതുപോലെ ഇതാണ് നമുക്കിതിൻ്റെ ഒപ്പം ലഭിക്കുന്ന ട്രിപ്പോഡ് സ്റ്റാൻഡ്. ഞാൻ നേരത്തെ പറഞ്ഞു ഇതിൻ്റെ ഹൈറ്റ് നമുക്ക് 2 മീറ്റർ വരെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. സാധനം മെറ്റലാണിത്.
ഇനി ഈ റിംഗ് ലൈറ്റ് നമുക്ക് ഈ ട്രിപ്പോഡിലേക്ക് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. നമുക്ക് ഈ നോബ് ഉപയോഗിച്ചിട്ട് ഇത് ടൈറ്റ് ചെയ്യാൻ പറ്റും. എന്നിട്ട് നമുക്ക് ഏത് ആംഗിളിലാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ ആംഗിൾ വെച്ചിട്ട് നമുക്ക് ഇത് ടൈറ്റ് ചെയ്യാം. ഏത് ആംഗിൾ വേണമെങ്കിലും നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാൻ കണ്ട. അതേപോലെ തന്നെ നമ്മുടെ ഈ ഫോൺ ഹോൾഡറും നമുക്ക് ഏത് ആംഗിൾ വേണമെങ്കിലും സെറ്റ് ചെയ്യാൻ പറ്റും. ഇത് ഫ്ലെക്സിബിളാണ്. അതിൻ്റെ സെറ്റിംഗ് ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. നമുക്കിതൊന്ന് ലൈറ്റ് ഓൺ ചെയ്ത് നോക്കാം. നമ്മൾ USB പ്ലഗ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഒരു നീല ലൈറ്റ് ആദ്യം തെളിയും. ഇനി നമുക്ക് ഈ ലൈറ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. പവർ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓൺ ആവും. കണ്ടില്ലേ, ഞാൻ പറഞ്ഞതിൽ 3 മോഡുണ്ടെന്ന്. നമുക്ക് ഈ മോഡ് മാറ്റി കഴിഞ്ഞാൽ കണ്ടോ, ഇതാണ് വാം വൈറ്റ് മോഡ്. അത് കഴിഞ്ഞാൽ കൂൾ വൈറ്റാണിത്. ഇത് ഡേ ലൈറ്റിൻ്റെ കളറ്. അങ്ങനെ 3 കളർ മോഡ് നമുക്കിതിൽ മാറ്റാൻ പറ്റും. ഒപ്പം തന്നെ നമുക്കിതിൻ്റെ ബ്രൈറ്റ്നെസ് അഡ്ജസ്റ്റ് ചെയ്യുകയും ചെയ്യാം. പിന്നെ ബ്രൈറ്റ്നെസ് നമുക്ക് കൂട്ടും കുറയ്ക്കും ചെയ്യാം. നമുക്കൊന്ന് കുറച്ച് നോക്കാം. 10 സ്റ്റെപ്പ് നമുക്കിതുവരെ കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ഫുള്ള് കുറച്ചു. ഇനി ഞാൻ മെല്ലെ മെല്ലെ കൂട്ടാൻ പോവാണ്. നമുക്ക് ആവശ്യമുള്ള ലൈറ്റ് എത്ര വെച്ചാൽ അതിന് വേണ്ടിയിട്ട് അതനുസരിച്ചിട്ട് നമുക്ക് ക്രമീകരിക്കാം.